അദാനിക്ക് ഇവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ്, വലിയ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കേണ്ട നികുതി പോലും കൊടുക്കാതെ ആ പണം മുഴുവനും അദ്ദേഹം മൗറീഷ്യസ് പോലെയുള്ള രാജ്യങ്ങളിലൂടെ സ്വന്തം ബിനാമികളുടെ പേരിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് അപ്പൊ എന്താണ് ഈ മൗറീഷ്യസിന്റെ ഒക്കെ പ്രത്യേകത? അവിടെ നികുതി കൊടുക്കേണ്ട, നിസാരമായ നികുതി കൊടുത്താല് ഒരു ഫേം രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് പാർട്ടിസിപ്പേറ്ററി നോട്ട് വഴിയായിട്ട് ആ ഫേമിലൂടെ അദ്ദേഹത്തിന്റെ തന്നെ ഷെയറുകൾ ഇന്ത്യയിൽ വാങ്ങാം. അതായത് അദാനി കമ്പനികളുടെ ഷെയറുകൾ തന്നെ ഇന്ത്യയിൽ വാങ്ങുന്നു. എങ്ങനെ? മൗറീഷ്യസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ടാക്സ് ഹാവൻസ്, നികുതി കൊടുക്കേണ്ടാത്ത സ്വർഗങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക. വെറുതെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക, ഫേക്ക് കമ്പനി. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് അത് ഫേക്ക് ആണെന്ന് അവിടെ ഉത്തരിക്കുന്നില്ല, നിയമപരമായിട്ട് നിലവിൽ വന്ന കമ്പനി തന്നെ മൗറീഷ്യസിൽ. അപ്പൊ ആ കമ്പനിയിൽ വഴിയായിട്ട് അദാനി എന്ത് ചെയ്യുന്നു? തൻ്റെ തന്നെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പമ്പ് ചെയ്ത് കൊണ്ടുപോയ പണം തന്നെ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഷെയർ വാങ്ങുന്നു. നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായില്ലേ? അപ്പൊ എന്ത് സംഭവിക്കുന്നു? അയാളുടെ ഷെയർ, സാധാരണ ഷെയറിന്റെ വില എങ്ങനെയാ വർദ്ധിക്കേണ്ടത്? ആ ഷെയർ ബേസ് ചെയ്യുന്ന ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നത് കൊണ്ട് വില വർദ്ധിക്കണം. അങ്ങനെയാണ് വില വർദ്ധിച്ച് ഷെയറുകളുടെ വില മുകളിലോട്ട് പോകുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല ചെയ്യുന്നത്. അദാനിയുടെ തന്നെ ഷെയറുകൾക്ക് അദാനി തന്നെ വാങ്ങിച്ച് വില കൂട്ടുന്നു. എങ്ങനെയാണ് അദാനി വാങ്ങിക്കേണ്ടത്? അദാനിയുടെ കമ്പനി ഉണ്ടാക്കിയ ലാഭം നികുതി കൊടുക്കാതെ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഇവിടെ നിന്ന് കടത്തുന്നു. എങ്ങോട്ട് കടത്തുന്നു? മൗറീഷ്യസിലേക്ക് കടത്തുന്നു. കുഴൽപ്പണമായിട്ട് അങ്ങോട്ട് കടത്തുന്നു. ആ കുഴൽപ്പണം ഉപയോഗിച്ച് അയാളുടെ തന്നെ ഷെയറുകൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ അയാൾ വാങ്ങുന്നു. അപ്പോഴേക്ക് എന്താ സംഭവിക്കുക? അയാളുടെ ഷെയറുകളുടെ വില വർദ്ധിക്കുന്നു. അങ്ങനെ വില വർദ്ധിച്ചു വരുന്നത് കണ്ടുകൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ഓഹരി വിപണിയിൽ കണ്ടും നട്ടിരിക്കുന്നവർ അദാനിയുടെ ഷെയറിന്റെ വില വർദ്ധിച്ചു തുടങ്ങി, നമുക്കും വാങ്ങാം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വില വാങ്ങുമ്പോ എന്താ സംഭവിക്കുക? വില അങ്ങ് ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നു. ഉച്ചസ്ഥായിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാൽ എന്താ? അദാനി മുടക്കിയതിനേക്കാൾ എത്രയോ മടങ്ങ് ലാഭം ഈ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ അയാൾ നേടിക്കഴിഞ്ഞു. അതാണ് ഈ ഷോർട്ട് സെല്ലിംഗ് തന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അന്ന് അദാനി ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭമുണ്ടാക്കുന്നു എന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ റിപ്പോർട്ട് ചെയ്തതിന്റെ ബേസിസിലാണ് ഹിൻഡൻബർഗിനെതിരെ ഒരു അന്വേഷണം വേണം. അന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം, അതും അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് എങ്ങനെ പറഞ്ഞു സുപ്രീം കോടതി പോയതാണ്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷിക്കട്ടെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ സ്റ്റാൻഡാണ് എടുത്തത്. എന്തുകൊണ്ടെന്നാൽ ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ബോഡി. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അഴിമതികളും എല്ലാ തെറ്റുകളും തിരുത്തേണ്ടതും അന്വേഷണം നടത്തേണ്ടതും നേരെയാക്കേണ്ടതും ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് അവർ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരുടെ മേൽനോട്ടത്തിൽ വിടുന്നു. അങ്ങനെ അവർ അന്വേഷണം നടത്തി കഴിഞ്ഞ് അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു. അങ്ങനെ ക്ലീൻ ചിറ്റ് നൽകിയപ്പോഴും അവിടെ പ്രക്ഷോഭമുണ്ടായി പാർലമെന്റില്. അങ്ങനെ സുപ്രീം കോടതി അത് 100% വകവച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞു പൂർത്തിയായിട്ടില്ലായിരുന്നു ഇതുവരെ അന്വേഷണത്തിന്റെ ബാക്കി ചില ഭാഗങ്ങളുണ്ട്, അതുകൂടി കേട്ട് കഴിഞ്ഞിട്ട് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കണമോ എന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഹിൻഡൻബർഗ് ഇപ്പോൾ വീണ്ടും ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത്. ഈ വെടി എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തിരിക്കുന്ന മാധബി പുരി ബുച്ച്, അവരുടെ തന്നെ ഭർത്താവിനും അവർക്കും മൗറീഷ്യസിലൊക്കെ അദാനിക്ക് താല്പര്യമുള്ള അദാനിയുടേതായ പല കള്ള കമ്പനികളുമുണ്ട്. ആ കമ്പനികളിൽ ഇവർക്ക് തന്നെ, അതായത് മാധബി പുരി ബുച്ചിനും അവരുടെ ഭർത്താവ് ബുച്ചിനും ധാരാളം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ എങ്ങനെയിരിക്കും സെബിയുടെ അന്വേഷണം? സെബിയുടെ തലപ്പത്തിരിക്കുന്ന മാധബിക്കും അവരുടെ ഭർത്താവിനും അദാനിയുടെ തന്നെ കമ്പനികളിൽ, ഷോർട്ട് സെല്ലിംഗ് കമ്പനികളിൽ, യഥാർത്ഥ കമ്പനികളിലും ഉണ്ടായിരിക്കാം. ഷോർട്ട് സെല്ലിംഗ് കമ്പനികൾ, അതായത് കള്ള കമ്പനികൾ, മൗറീഷ്യസ് പോലെയുള്ള രാജ്യങ്ങൾ ബേസ്ഡ് ആയിട്ട് നികുതി വെട്ടിക്കാനും കള്ളപ്പണം വെള്ളപ്പണമാക്കാനും വേണ്ടിയുള്ള കമ്പനികൾ, അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് ആദ്യത്തെ അന്വേഷണം
പ്രഹസനമായിരുന്നു, കപടമായിരുന്നു എന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. അങ്ങനെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വിട്ടപ്പോഴാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി, അത് വളരെ ശക്തമായ പ്രതിപക്ഷം, രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ട ആവശ്യമില്ല, പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ്. സീതാറാം യെച്ചൂരിയും അതുപോലെ തന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എൻക്വയറി തന്നെ വേണമെന്ന് CPM-ന്റെ ദേശീയ നേതൃത്വത്തിൽ തലപ്പത്തിരിക്കുന്ന സീതാറാം യെച്ചൂരി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതുപോലെ, അതുപോലെ തന്നെ മഹുവ മൊയ്ത്ര ഫ്രം ബംഗാൾ, അവര് മമതാ ബാനർജിയെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ചിന്തിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന ഒരു MP ആണ് മഹുവ മൊയ്ത്ര. അപ്പൊ അവരും ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ. അങ്ങനെ വിവിധ പാർട്ടികളിൽപ്പെട്ടവർ പ്രതിപക്ഷ സ്ഥാനത്ത് ഒന്നിച്ചെടുക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ പറ്റി. ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം വേണം. നേരത്തെ നടത്തിയിരുന്ന അന്വേഷണം വെറും പ്രഹസനമായിരുന്നു. അതായത് കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആളെ തന്നെ ആ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അന്വേഷണം ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ റിസൾട്ട് ഒട്ടും ശരിയല്ല. അപ്പൊ ഇവർ പറഞ്ഞു, ഇപ്പൊ ഹിൻഡൻബർഗ് ആണ് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കുന്നത്, ശുദ്ധ അസംബന്ധം മുന്നോട്ട് വെക്കുന്നത് എന്ന് അദാനിയും അദാനിയുടെ പക്ഷം ചേർന്നുകൊണ്ട് തന്നെ മാധബി ബുച്ചും ഒക്കെ നിലപാടെടുക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതേ നിലപാട് തന്നെ എടുക്കുന്നു. അപ്പോഴാണ് ഹിൻഡൻബർഗ് പറയുന്നത്, കൂടുതൽ കളിച്ചാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനികളുടെ, ഈ പറയപ്പെട്ട ഷോർട്ട് സെല്ലിംഗ് കമ്പനികളുടെ കഥ ഞാൻ പുറത്തുവിടും, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ പുറത്തുവിടുമെന്ന്. ആരാണ് ഹിൻഡൻബർഗ് എന്നറിയണ്ടേ? ഹിൻഡൻബർഗ് ലോകത്തെവിടെയുമുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ്, അവര് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് എങ്ങനെ ഇടപാട് നടത്തുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെല്ലാം കൊടുക്കൽ വാങ്ങലുകൾ, അതായത് മനഃപൂർവമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ബെയറുകളും ബുള്ളുകളും എന്ന് വെച്ചാൽ, ബെയറുകൾ എന്ന് വെച്ചാൽ കരടികൾ, ബുള്ളുകൾ എന്ന് വെച്ചാൽ കാളകൾ. അതായത് സ്റ്റോക്ക് പ്രൈസസ് ഉയർന്നു പോകുന്നതിനെയാണ് നമ്മൾ കാളകളുടെ കളി എന്ന് പറയുക. സ്റ്റോക്ക് പ്രൈസസ് സഡൻ ആയിട്ട് പെട്ടെന്ന് താഴേക്ക് പോകുന്നത്, പെട്ടെന്നല്ല പതുക്കെ പോയാലും താഴേക്ക് പോകുന്നതിനാണ് ബെയറിഷ് ആവുക, കരടിയുടെ പിടിയിലാകുന്നു വിപണി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് നോർമലായിട്ട് വിട്ടാൽ, ആരും കൈകടത്താതെ വിട്ടാൽ തന്നെ ചില കാലങ്ങളിൽ ചില കാരണങ്ങൾ കൊണ്ട് ബെയറുകളുടെ, കരടികളുടെ കയ്യിൽ, അതായത് വിലകൾ, ചില ഓഹരികളുടെ വിലകൾ താഴും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന്റെ വില താഴേക്ക് പോകുന്ന എപ്പോഴാണ് താഴേക്ക് പോവുക? അതായത് ദേശീയമോ അന്തർദേശീയമോ ആയ കാരണങ്ങൾ കൊണ്ട് ആ ഉൽപ്പന്നത്തിന്റെ വില ഇടിയുമ്പോൾ, സാധാരണ രീതിയിൽ വില ഇടിയുന്നത് എപ്പോഴാണ്? ഡിമാൻഡ് കുറയുമ്പോൾ. അങ്ങനെ നോർമലായിട്ട് സാധാരണ സാഹചര്യത്തിൽ ഒരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് കുറയുക, അതിന് പല കാരണങ്ങളുണ്ടാകാം. അങ്ങനെ ഡിമാൻഡ് കുറയുമ്പോൾ വില ഇടിയും. വില ഇടിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും അതിൻ്റെ സ്റ്റോക്കുകളുടെ വില ഇടിയും. അതിനെയാണ് ബെയറിഷ് എന്ന് പറയുന്നത്. അതുപോലെ ചില കാലങ്ങളിൽ ചില ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് പെട്ടെന്ന് വർദ്ധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനെ ഉൾക്കൊള്ളുന്ന ഷെയറുകളുടെ വില പെട്ടെന്ന് വർദ്ധിക്കും. അതിനെയാണ് ബുള്ളിഷ് ആവുക അല്ലെങ്കിൽ കാളകളുടെ കയ്യിലാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാളകളും കരടികളും, അതായത് വില കയറ്റമോ വില താഴ്ചയോ ഓഹരി വിപണിയിൽ പ്രകൃതിദത്തമായ കാരണങ്ങൾ കൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ ആ ഓരോ ഓഹരിയും പ്രതിനിധീകരിക്കുന്നത് ഓരോ ഉൽപ്പന്നങ്ങളെയാണ്. ആ ഉൽപ്പന്നങ്ങളുടെ, സാധന സേവനങ്ങളുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അവയുടെ വിലയിലും മാറ്റം വരും. അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നതെങ്കിൽ അവയുടെ ഡിമാൻഡ് പെട്ടെന്ന് കൂടുകയും അതുകൊണ്ട് തന്നെ വിലകൾ ബുള്ളിഷ് ആവുകയും ചെയ്യും. അത്തരം ഓഹരികൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയ ലാഭം ഉണ്ടാകും. ഇതാണ് സാധാരണ രീതിയിൽ സംഭവിക്കുക. അതുപോലെ ജനം വലിച്ചെറിയുന്ന, ഇഷ്ടപ്പെടാത്ത ഉൽപ്പന്നങ്ങൾ, ഗുണപരമായി മോശമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഡിമാൻഡ് ഉണ്ടാവുകയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അവയുടെ വില തന്നെ താഴും. അപ്പോൾ അവയുടെ ഓഹരി ഹോൾഡ് ചെയ്യുന്നവർക്കും വലിയ നഷ്ടം വരും. ഓഹരികളുടെ വിലയും ബെയറിഷ് ആകും, താഴേക്ക് പോകും, കരടിയുടെ പിടിയിലാകും. ഇതാണ് സാധാരണ ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങൾ. ബുൾ എന്ന് പറഞ്ഞാൽ കാളകള്, കരടി താഴേക്ക് പോകുന്നതിനെയാണ് കരടികൾ അഥവാ ബെയറിഷ് ആവുക എന്ന് പറയും. ഇതാണ് ഓഹരി വിപണിയുടെ നോർമലായിട്ടുള്ള പ്രവർത്തനം. പക്ഷെ ഇതിന് വിപരീതമായി കള്ളക്കളികൾ ഉണ്ടാകാം. അതായത് ഈ ബുൾസും ബെയേഴ്സും ചേർന്ന്, അതല്ലെങ്കിൽ ബുൾകൾ തന്നെ
കള്ളക്കളി കളിക്കാം, ബെയറുകൾ തന്നെ കള്ളക്കളി കളിക്കാം. അങ്ങനെ രണ്ടു കൂട്ടരും ചേർന്ന് കള്ളക്കളി, അതായത് സാധാരണ ജനം അറിയുന്നേയില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന്. അങ്ങനെ അവർ പരസ്പരം കളിക്കുക, പരസ്പരം കളിച്ച് രണ്ടു കൂട്ടർക്കും ലാഭമുണ്ടാക്കുന്ന തരത്തിലുള്ള കളികൾ കളിക്കും. അതിനെയാണ് അപകടകരമായ സ്റ്റോക്ക് മാർക്കറ്റിലെ കളികൾ എന്ന് പറയുന്നത്. നാം അറിയുന്ന യാതൊരു കാരണങ്ങളും ഇല്ലാതെ തന്നെ ഷെയറുകളുടെ വില, ചില ഷെയറുകളുടെ വില എലിബാണം പോലെ കുതിച്ചുയരാം. അങ്ങനെ കുതിച്ചുയരുന്ന ഷെയറുകളിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് മാക്സിമത്തിലെത്തി, അതായത് വിലകൾ മാക്സിമത്തിലെത്തി, ഇൻവെസ്റ്റ്മെന്റ് മാക്സിമത്തിലെത്തി നിൽക്കുമ്പോൾ പൊടുന്നനെ താഴേക്ക് ഒരു പോക്ക്. ഇതൊക്കെ ഡെലിബറേറ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷങ്ങളാണ്. ഇതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു ചൂതാട്ട കളരി എന്നാണ് ലോകം 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജോൺ മേനാർഡ് കെയ്ൻസ്, അദ്ദേഹത്തിന്റെ 1936 അദ്ദേഹം എഴുതിയ പുസ്തകം, ആ പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതായത് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, റിട്ടൺ ബൈ ജോൺ മേനാർഡ് കെയ്ൻസ്. 1936 അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. എന്താണ് 1936 പ്രത്യേകത എന്ന് നമ്മൾ ഓർക്കണം. ലോക മഹാമാന്ദ്യം, ആഗോള മഹാമാന്ദ്യം, ദ ഗ്രേറ്റ് ഡിപ്രഷൻ 1929 മുതൽ തുടങ്ങി 1931 അവസാനം വരെ നീണ്ടു നിന്ന ലോക മഹാമാന്ദ്യം അഥവാ ദ ഗ്രേറ്റ് ഡിപ്രഷൻ. എന്തായിരുന്നു ഈ ഗ്രേറ്റ് ഡിപ്രഷന്റെ പ്രത്യേകത എന്നും കൂടി ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് എന്താണ് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. അതായത് അമേരിക്കയിലെ തന്നെ വലിയ പ്രഭുക്കന്മാർ ഒക്കെ ഒരു പാത്രവുമായി ഫുഡ് കോർട്ടിന്റെ മുൻപിൽ വന്ന് ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുക. അത്ര വലിയ ഉൽപാദനമില്ലായ്മ, പ്രൊഡക്ഷൻ ഇല്ലായ്മ, ഒന്നും ലഭ്യമല്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിൽ, അതായത് നമ്മൾ പട്ടിണി പാവങ്ങളാണ് സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചിപ്പോ വയനാട്ടിലെ പോലെ, അപ്പൊ അങ്ങനെ ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം എടുക്കേണ്ടി വരും. അത് ഈ മറ്റു കാരണങ്ങൾ കൊണ്ട്, ദുരന്തം സംഭവിച്ചത് കൊണ്ടാണ്. ഇവിടെ അങ്ങനെയല്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുത്തി വെച്ച വിനയായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷനിലേക്ക് നയിച്ചത്. അങ്ങനെ അപ്പോഴാണ് വലിയ പ്രതാപികളായവർ പോലും ഫുഡ് കോർട്ടിന്റെ അടുത്ത് നിന്ന്, അത്രയ്ക്ക് ദുരന്തപൂർണമായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ. ആരെയും അമ്പരിപ്പിക്കുന്ന, ആരെയും നോവിക്കുന്ന അങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ. ആ ഡിപ്രഷനിലേക്ക് ലോകത്തെ മുഴുവനും വലിച്ചു കൊണ്ടുപോയത് ആരാണെന്നാണ് കെയ്ൻസ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാമോ? അതാണ് ഈ ചൂതാട്ടം, ഓഹരി വിപണി, ലോക ഓഹരി വിപണി എന്ന് പറയുമ്പോൾ വാൾ സ്ട്രീറ്റിലെ ഓഹരി വിപണിയും അതുപോലെ തന്നെ, അതായത് അമേരിക്കൻ ഓഹരി വിപണിയും, ഇംഗ്ലീഷ് ഓഹരി വിപണി, ജാപ്പനീസ് ഓഹരി വിപണി, ചൈനീസ് ഓഹരി വിപണി, ഇതൊക്കെ വലിയ വിപണികൾ. ഇതെല്ലാം കൂടി ചേർന്ന ഒരു ലോക ഓഹരി വിപണി എന്ന് നമുക്ക് വിഭാവന ചെയ്യാം. ആ ഓഹരി വിപണിയിൽ ഇങ്ങനെ ബുൾസും ബെയേഴ്സും തമ്മിൽ ഏറ്റുമുട്ടി സ്വയമേവ തീർത്ത ചൂതുകളിയിൽ സ്വയമേവ ലോകത്തെ തോൽപ്പിച്ചു. അപ്പൊ എന്താണ് കെയ്ൻസ് പറയുന്നത്? ഈ പുസ്തകം ഞാൻ കാണിച്ചല്ലോ, ഈ പുസ്തകത്തിന്റെ 159 പേജ് എടുക്കണം, 159 പേജ് എടുക്കണം. അപ്പൊ ഞാൻ കെയ്ൻസിനെ പറ്റി ഒരു വാചകവും കൂടി പറഞ്ഞോട്ടെ. അദ്ദേഹം ഒരു പ്രൊഫഷണൽ സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലെ മുഴുവനും കളികൾ കൃത്യമായിട്ട് അറിയുന്ന സ്റ്റോക്ക് ബ്രോക്കർ. അതുകൊണ്ടാണ് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞ് 1936 അദ്ദേഹം ഈ മഹാഗ്രന്ഥം എഴുതുന്നത്. ഈ ഗ്രന്ഥം ഇത് കണ്ടിട്ടാണോ രാഹുൽ ഗാന്ധി ഇത്ര ശക്തമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഹിൻഡൻബർഗിനെതിരെ പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ആദ്യത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ 2 പ്രാവശ്യം പ്രധാനമന്ത്രിയും 1 പ്രാവശ്യം ധനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹം ഇപ്പൊ എനിക്ക് തോന്നുന്നു വയ്യാതെ രോഗഗ്രസ്തനായിട്ട് അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് വയ്യാതിരിക്കുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം തന്നെ നോട്ട് നിരോധന സമയത്ത് ലോർഡ് കെയ്ൻസിനെ ഉദ്ധരിച്ച് മൻമോഹൻ സിംഗ് പ്രസ്താവന നടത്തിയത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കാരണം ലോക സാമ്പത്തിക ക്രമത്തെ പറ്റി കൃത്യമായിട്ട് പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മഹാരഥനാണ് ഈ ലോർഡ് ജോൺ മേനാർഡ് കെയ്ൻസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞു? അദ്ദേഹം സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നു, പ്രൊഫഷണൽ സ്റ്റോക്ക് ബ്രോക്കർ. അതോടൊപ്പം അദ്ദേഹം ഒരു എക്കണോമിസ്റ്റും ആയിരുന്നു. അപ്പൊ ഈ പ്രൊഫഷണൽ സ്റ്റോക്ക് ബ്രോക്കർ എന്ന രീതിയിൽ അവിടുത്തെ ഇംഗ്ലീഷ് സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്തെന്ന്
കൃത്യമായിട്ട് അത് മാത്രമല്ല, ലോകത്ത് എവിടെയും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു, അതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരുന്ന ആളാണ്, നിരീക്ഷിച്ചിരുന്ന ആളാണ്. ആ നിരീക്ഷണത്തിൽ നിന്ന് സ്വന്തമായി നിഗമനങ്ങളിൽ എത്തിയിരുന്ന ആളാണ്. ആ നിഗമനങ്ങൾ വെച്ച് ലോകത്തിന് നല്ല സന്ദേശങ്ങൾ നൽകിയ ആളാണ്. അങ്ങനെയാണ് ഈ പുസ്തകം എഴുതാൻ ഇട വന്നത്. അപ്പൊ അങ്ങനെ ഈ പുസ്തകത്തിൽ അദ്ദേഹം എന്താ പറയുക, 159 പേജിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 159 പേജിൽ എന്താണ് പറയുന്നത്? അതായത് വെറുതെ വിട്ടാൽ ഓഹരി കമ്പോളം, അതായത് ഓഹരി വിപണി സാധാരണ രീതിയിൽ നോർമലായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് ഒരു രാജ്യത്തിനും ഒരു സമ്പദ്ഘടനയ്ക്കും ഒരു ദ്രോഹവും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ഓഹരി വിപണി നിയന്ത്രണം വിട്ടാൽ, അതായത് ശക്തമായ നിയന്ത്രണങ്ങളോടെ അതിനെ നിയന്ത്രിച്ചു നിർത്തിയില്ലെങ്കിൽ അതൊരു വേൾപൂൾ, മഹാചുഴിയായി രൂപപ്പെടും. ആ ചുഴിയിൽ ഉൾപ്പെട്ട് സമ്പദ്ഘടന തന്നെ തകർന്ന് തരിപ്പണമാകും. ഇതാണ് 159 പേജിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തർജ്ജമയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹിൻഡൻബർഗ് എന്ന ഷോർട്ട് സെല്ലർ ഇത്തരം കള്ള കമ്പനികളെ പറ്റി ശക്തമായി അന്വേഷണം, ആഗോള തലത്തിലാണ് ഇവർ അന്വേഷണം നടത്തുന്നത്. ഇന്ത്യയിലെ കമ്പനികളെ മാത്രമല്ല, ഈ കമ്പനികൾ നെതർലാൻഡ്സിലാകട്ടെ, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലാകട്ടെ, അതും അല്ലെങ്കിലും ജർമ്മനിയിലാകട്ടെ, ഫ്രാൻസിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, എവിടെ ഇത്തരം കളികൾ നടത്തുന്ന കമ്പനികൾ ഉണ്ടോ അവരെയൊക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു കമ്പനിയാണ് ഈ പറയപ്പെട്ട ഹിൻഡൻബർഗ്, ബേസ്ഡ് ഓൺ US-ന് ഇന്ത്യയെ തോൽപ്പിക്കണമെന്ന യാതൊരു ആഗ്രഹവുമില്ല. നമുക്കറിയാം, മോദി ഗവൺമെന്റും ബൈഡൻ ഗവൺമെന്റും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്, അല്ലാതെ ഒരു തരത്തിലും അകൽച്ചയില്ല. അപ്പോൾ മനഃപൂർവ്വമായിട്ട് ആ ഗവൺമെന്റ് ഇടപെട്ടാണ് എന്ന് പറയാനൊക്കില്ല. പകരം ഇവിടെ എന്താ പറയുന്നത്? രാഹുൽ ഗാന്ധി ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴേക്കും രാഹുൽ ഗാന്ധി ഈ പറയപ്പെട്ട മറ്റ് ശക്തികളോട്, അന്താരാഷ്ട്ര ശക്തികളോട് ചേർന്ന് ഇന്ത്യയുടെ വികസനത്തിന് പാര വയ്ക്കാൻ പോകുന്നു എന്നാണ് പാർലമെന്റിൽ പറഞ്ഞത്. അങ്ങനെ പാർലമെന്റിൽ പറഞ്ഞവരുടെ നേരെ കൈ ചുരുട്ടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയുടെ താല്പര്യം എന്താണ് എന്ന് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആർക്കും മനസ്സിലാകും. പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ GDP വിതരണം ചെയ്യപ്പെടുന്നതാണ്, അതല്ലാതെ GDP ഏതെങ്കിലുമൊക്കെ പോക്കറ്റിലേക്ക് പോകുന്നതല്ല. അതുകൊണ്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഈ പറയപ്പെട്ട ഷോർട്ട് സെല്ലിങ്ങിന്റെ പേരില് അദാനി അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടവർക്കൊക്കെ എതിരെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം നടത്തണം, യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം. ഇന്ത്യയെ അങ്ങനെയുള്ള ഓഹരി കുംഭകോണം എന്ന ചുഴിയിൽപ്പെട്ട് അപകടത്തിലാക്കാൻ, മുങ്ങിത്താഴാൻ വിട്ടുകൊടുക്കരുത് നാം ഇന്ത്യക്കാർ.